ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചതയ ദിനത്തിൽ ശിവഗിരിയിൽ വെച്ച് ഞാൻ പരിചയപ്പെട്ട രണ്ട് അച്ഛന്മാരുടെ ശിവഗിരിയുടെ പഴയകാല ഓർമ്മകളെല്ലാം പറഞ്ഞുകൊണ്ടുള്ള ഒരു മനോഹരമായ ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് അച്ഛന്മാരുടെ സംഭാഷണത്തിലേക്ക് പോകാം. ഞാനിവിടെ മുമ്പ് വരുമ്പോൾ ഈ 4 ചുറ്റും ആക്കി സൈഡ് കാണാം. ഈ 4 ചുറ്റും കാണാം. എത്ര വയസ്സ് പണ്ട് കൊച്ചിലെ വരും? എനിക്കിപ്പോൾ വയസ്സ് 76 അപ്പൊ ഈ കുട്ടിക്കാലം ആദ്യമൊക്കെ വന്ന സമയത്ത് ഓർമ്മയുണ്ടോ? വയസ്സിൽ ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് 4 ചുറ്റുമുള്ള ഈ മരങ്ങളില്ല. അപ്പൊ എന്റെ പ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ മരങ്ങളൊക്കെ കൊച്ചായിരിക്കും. മരങ്ങളും ഉണ്ട്, ഉണ്ടെങ്കിലും മറ്റുള്ള ശല്യങ്ങള് മരങ്ങളാൽ ചുറ്റപ്പെട്ട് പഠിക്കുമ്പോൾ സ്കൂളിൽ നിന്ന് നമ്മൾ എക്സ്കർഷന് പോയി. ഇവിടെ വന്നു നോക്കിയപ്പോൾ കടൽ കാണാമായിരുന്നു. കടൽ കാണാം. ഇവിടെ നിന്നാ കാണാമായിരുന്നു. കടൽ കാണാൻ പരന്നു കിടക്കുക. മരങ്ങളൊന്നും ഈ മരങ്ങളൊന്നും ഇല്ല. അങ്ങനെ മരങ്ങളില്ല. പിന്നെ അക്കരെ എക്സിബിഷൻ കേട്ടോ, ഈ എക്സിബിഷൻ നടന്നത് പഴയ 6 വർഷത്തിൽ കാണാം. 70 കാലങ്ങളില്ല, 70 ഇവിടെ എക്സിബിഷൻ നടന്നത്. അന്ന് ഇത് ഒരു മുട്ടക്കുന്നിന്റെ മുകളിൽ ഒട്ടക്കുന്നിന്റെ മുകളിൽ ആ പഴയ കാലം ഇല്ല. നമുക്കിവിടെ ഇത് കാണാം. ഈ ഏരിയയുള്ള മൊത്തം കടലും കാണാം. കടലും കണ്ട് നമ്മളെ സ്ഥലമായിട്ട് നമ്മൾ ആ സൈഡ് ആ റോഡേ വരുമ്പോ ഉണ്ടല്ലേ, ആ റോഡേ വരുമ്പോ ഈ ശിവഗിരി എല്ലാം നമുക്കല്ല ഭംഗിയായിട്ട് കാണാമായിരുന്നു മുമ്പ്. ഇപ്പൊ നമുക്കൊരു പൊടി പോലും കാണണമെങ്കിൽ നമ്മൾ ഇവിടെ വരണം. ഇങ്ങോട്ട് കാണണമെങ്കിൽ കാട് കൊണ്ടങ്ങ് ശുദ്ധവായു അല്ലയോ? ശുദ്ധവായു ഇവിടെ അതല്ലേ നമുക്ക് മനസ്സിനൊരു ചുറ്റും കാടായപ്പോ ആ വായു നമുക്ക് നല്ല രീതിയിൽ കിട്ടും. ഇഷ്ടം പോലെ. പക്ഷെ തുറന്നു കിടക്കുമ്പോ ആ നല്ല വായു കിട്ടൂല. അപ്പൊ അതുകൊണ്ട് ആ ഒരു സുഖം നമ്മളിലുണ്ട് ഇവിടെ വരണം. പക്ഷെ നമ്മൾ കാണണമെങ്കിൽ ഇവിടെ വന്നെങ്കിലേ ആസ്വദിക്കണം. ഗുരുദേവനെ കാണാൻ അല്ല മറ്റേ പുറത്ത് നിൽക്കുമ്പോൾ നമ്മൾ പുറത്ത് കാണുന്നതാണല്ല. ഇവിടെ മനസ്സിനൊരു സുഖമാണ്. മനസ്സിനൊരു സുഖമാണ്. കാരണം ഈ അന്തരീക്ഷം നമുക്ക് ഈ കാറ്റ് കിട്ടും. മറ്റേതങ്ങനെ കാറ്റ് കിട്ടത്തില്ല. മറ്റേ നമ്മളിവിടെ ആയിരുമ്പോൾ ചൂട് എന്താ താറ് പോലും ഇട്ടിട്ടില്ല. ഇനി താറ് പോലും ഇവിടെ ഇങ്ങനെ കയറി വരാൻ എന്ത് പാടാന്നറിയോ? പാടാണെങ്കിലും ഒന്ന് കാണണമല്ലോ എന്ന് നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹം. അപ്പം നമ്മുടെ രണ്ടുപേരും ഇവിടെ കണ്ടു. അതെ ഞങ്ങളിവിടെ നമ്മുടെ മനസ്സിൽ എൻ്റെ മനസ്ഥിതിയെ പോലെ സമാനമായ ചിന്താഗതിക്കാരനും വിശ്വാസിയൊക്കെയാണ്. അപ്പം നമുക്ക് ഞങ്ങളുടെ സന്തോഷമായി. കാര്യം എൻ്റെ അഭിപ്രായവും സന്നിധി എന്ന് പറയുന്നത് നമുക്ക് സന്തോഷത്തിന്റെ